ബാബേട്ടാ ആരെ വന്നോക്കി? ആരാണിപ്പത് വന്നത്? ബിജെപിയുടെ കേരളത്തിലെ പ്രതിപുരുഷനാരാണ്? കെ സുരേന്ദ്രനാണ്. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ എന്താന്ന് അറിയില്ല. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം വയനാട്ടിലാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. സോമനങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. ഭയങ്കര സംഭവമാണ്. ചില മീഡിയകളൊക്കെ പറഞ്ഞത് രാഹുലിനെ വയനാട്ടിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു, അതിനാൽ സുരേന്ദ്രനെ കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അദ്ദേഹം മെനഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു ഓഫർ തന്നു. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അദ്ദേഹം പറഞ്ഞു, എന്നെ എങ്ങാനും ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. വയനാട്ടിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നു. ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ട് ഇറങ്ങുകയാണ്. സത്യസന്ധമായ കാര്യങ്ങളിലുള്ള സമയം ഇതെല്ലാം നല്ല മൂത്തനാണല്ലേ. വയനാട്ടിൽ സ്ഥിരമായിട്ട് പുലി ഇറങ്ങുന്നു. കാരണം അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിന്റെ ബോർഡാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വയനാട്ടിന് ബദൽ റോഡ് ഇല്ലാത്തത്, വയനാട്ടിന് രാത്രി സഞ്ചാരം ഇല്ലാത്തത്, വയനാട്ടിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്, വയനാട്ടിലെ കൃഷിക്ക് വിലയില്ലാത്തത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഞാൻ ഈ സുരേന്ദ്രനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ജനിക്കുമ്പോഴേ പൊട്ടന്മാരാണോ? അതല്ല ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആവുന്നതാണോ? എങ്ങനെയാണത്? ലേശം മെന്റൽ ഉണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. അതല്ല ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആവുന്നതാണോ? എങ്ങനെയാണത്? എന്തൊരു തരം വിവരക്കേട ഈ പറയുന്നത്? പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് വന്നു, ഇപ്പൊ തിരൂർ എന്നുള്ള പേര് വന്നു. ഇവിടുത്തെ ഏതെങ്കിലും കുറുക്കോളിന്റെ അമ്മാവന്റെ പേരാ? സുരേന്ദ്രേട്ടാ, നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. എന്ത് നരമ്പ് രോഗത്തെയാണ് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നത്? ഒരു ഭരണകൂടം എന്തെല്ലാം പറയാനുണ്ട്. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. ഞാൻ ഈശ്വരൻ പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഓം ഗ്ലാനിർ ഭവതി ഭാരത്.